YouTube channel. Hey guys, this is Nafla and this is Tutti. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ വീഡിയോ എടുക്കുന്ന പറഞ്ഞു കൊടുക്കുക. പൊന്തിക്കോ നമ്മൾ ഇന്ന് എന്തിന് ആരെ കസിൻ. അപ്പം നമ്മൾ എനിക്കാണെങ്കിലും കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോൾ രണ്ടിനും കൂടി നമ്മൾ ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. മന്ത്രി സ്ക്വയർ മോളിലാണ് ഇപ്പം പോകുന്നത്. മുടി ആരും നോക്കണ്ട ഗൈസ്, പറ്റിപ്പോയി. അപ്പോൾ പറയുന്നു കാണിക്കുന്ന ഇപ്പോൾ എന്താ മെട്രോ വരും, മഞ്ഞളിച്ച് കിടക്കുന്നുണ്ട്. സാരമില്ല, എല്ലാവരും നമ്മൾ നോക്കുന്നുണ്ട്. കുഴപ്പമില്ല. ഇപ്പം മെട്രോ വരും. എന്നിട്ട് നമ്മൾ നേരെ മന്ത്രി സ്ക്വയർ പോയിട്ട് അവിടെ ഇറങ്ങും. എന്നിട്ട് ബാക്കി കാണിക്കാം. മെട്രോ ഒന്നും ആടുന്നും ഇവിടുന്നുള്ള കുറച്ച് സീനൊക്കെ കാണിക്കാം. എന്നിട്ട് നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. പ്രിറ്റി ആരും മൈൻഡാക്കാത്ത പോലെ അഭിനയിച്ച് നിൽക്കുകയാണ് ഗൈസ്. അത് ശരിക്കും അവളുടെ ഒരു അഭിനയം മാത്രം. അപ്പോൾ ഭാഗ്യത്തിന് നമുക്ക് വിചാരിച്ച സീറ്റിനെ കിട്ടി. നമ്മൾ അങ്ങനെ മന്ത്രി സ്ക്വയർ എത്തിയിരിക്കുകയാണ്. എവിടെ എത്തി? മന്ത്രി സ്ക്വയർ. അപ്പൊ ഇതിലെ നമ്മൾ പോയിട്ട് നമുക്ക് സ്റ്റുഡിയോ കയറണം കേട്ടോ. ഇതെവിടെ കയറണ്ടേ? എവിടെ? ഇവിടെ മിനിസം ഇല്ലല്ലോ. ഇല്ല ഇല്ലാന്ന് തോന്നുന്നു. നീ അന്നേരം ഒന്ന് താണു നിൽക്കണം കേട്ടോ മിസ്റ്റർ. താണെന്നാ മതി. നമസ്തേ. എടി ഞാളൊരു വട്ടം ഇതിൽ കയറി മസാജിൽ. ഇവിടെ അല്ല, മറ്റത്തിൽ 360 റുപ്യ വേസ്റ്റ്. തോണാ ഇവിടെ ഞങ്ങൾ കയറി ദിവസം. ഞാൻ ഒറ്റക്ക് എല്ലാത്തിനും നല്ല റേറ്റാ. അതിൻ്റെ അടിയിൽ മറ്റേ നമ്മളെ ഗേൾസിൻ്റെ ഉണ്ട്. ഈ പ്രിറ്റി പറയുകയാണെങ്കിൽ ഹീൽസ് ഇന്ന ചെരുപ്പിട്ട് വന്നിട്ട് എന്നെ കാട്ടിയും പൊന്തി കിടക്കുന്നു. ഇവിടെ സൈഡിൽ ഓരോ ആൾക്കാരും നിൽക്കും നമ്മളെ പിടിക്കാൻ വേണ്ടിയിട്ട്. സ്നേഹപ്പോളി ഗൈസ്. ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഗായ്സ് എന്ന് പറയുന്നു. ഞാൻ വീഡിയോ എഡിറ്റാക്കുന്ന നേരമാണ്. വീഡിയോ എഡിറ്റാക്കുന്ന ടൈമിലാണ് എനിക്ക് അത് മനസ്സിലാവുന്നത്. ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഗായ്സ് എന്ന് പറയുന്നത്. പക്ഷെ അത് വന്നു പോകുന്നതാണ്. നമുക്ക് സ്റ്റുഡിയോ പോകാം. സ്റ്റുഡിയോ താഴെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റാ താഴെ ഇറങ്ങണം. അപ്പം ഇതെന്താടി? എന്തോ സാധനമാണ്. ഇല്ല, അത് സാമ്പിൾ നോക്കാൻ വെച്ചാ. മാമ തരും. മാമ എത്തുകാരണോന്നുണ്ട്. എന്റെ ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെ പെട്ടെന്ന് ഇവിടൊക്കെ ചുരുണ്ട് ഭയങ്കരമായിട്ട് ഇരിക്കുന്നടി. അടിയിലാ സ്റ്റുഡിയോ. ഓ എല്ലാം അറിയാലേ. കൊത്തുടിയിലേക്ക് നമ്മൾ പോകും വഴി എവിടെയാണോ മാപ്പ് കണ്ടു പറയും. മാപ്പ് കഴിഞ്ഞ് നമ്മൾ പോകും സ്ഥലം എവിടെയാന്ന് കണ്ടു പറഞ്ഞ ഞാനാണ് മാപ്പ്. സ്റ്റാൻഡ് അടിക്കിട്ട് കൂട്ടാം. ഇവിടുന്ന് കയറി വന്ന് ഈ സൈഡ് ഇതാ പിടിച്ചോ. ഞാൻ എൻ്റെ മുടിയൊക്കെ ഒന്ന് ഇട്ടാക്കട്ടോ. ഓക്കെ. അപ്പോൾ ഈ കയറി താണിരിക്കി. ഈ കുറച്ച് ക്ഷീണമുള്ള വായിക്കും. ഞാൻ ഇങ്ങനെ വേണ്ടി ആർക്കാൻ കയറി നോക്കാം. ഈ ചേച്ചിയാണ് മാറിയിട്ടുണ്ട്. നമ്മളിങ്ങനെ പ്രിറ്റി മാറിയുടെ ബാക്കില്
ഏതാടി ഇതെന്നെ അടുത്തുണ്ടായിരുന്നു സെറ്റ് ചെയ്തിരുന്നു. ഇതോ ഇതൊക്കെ ഒന്ന് ശരിയാക്കി ഇടാൻ പറഞ്ഞൂടെ? ഫേവറേറ്റ് സ്ഥലത്തെത്തിയിരിക്കുന്ന വയസ്സങ്ങളുടെ ലൈനർ ഏതാ നല്ലത് അറിയോ? സ്വിസ് ബ്യൂട്ടി. സിസ് ബ്യൂട്ടിയുടെ ഇത് സ്റ്റുഡിയോ വണ്ടിയാ. അതല്ല, നീ സിസ് ബ്യൂട്ടി ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചത് പറഞ്ഞാണ്. ഇവിടെ ഒരു വണ്ടിയാണ്, പക്ഷെ സമ്മതിച്ച് തരൂല ഗൈസ്. അങ്ങനെ 2 മണിക്കൂറത്തെ അലച്ചലിനൊടുവിൽ എത്തിയിരിക്കുകയാണ് കുറച്ച് സാധനങ്ങൾ. നമുക്ക് ഇവിടെ തരും. ഈ പ്രിറ്റിമറിയ എന്നെ മുടിപ്പിക്കും ഗൈസ്. നമ്മൾ R&Bയിൽ കയറാൻ പോവാണ് ഗൈസ്. ഇവിടെ നല്ല ഓഫർ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ 3ാമത് നമ്മൾ വെസ്റ്റ് സൈഡിലെത്തിയിരിക്കുന്നു. അങ്ങനെ ബബിൾ ടീ കുടിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് പ്രിറ്റിമറിയ. ഗൈസ്, അപ്പോൾ നമ്മൾ ബോബ ടീ കുടിച്ചിരിക്കുകയാണ്. ഉള്ളോ? പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്തായിരിക്കും നമുക്ക് നോക്കാം. അയാളെവിടെ? നമ്മള് സീറ്റില്ലേ കുറച്ച് ടൈം എടുക്കുള്ളൂ. അവൈലബിൾ അല്ലാത്തത് ഏത് കോള? നമ്മളിപ്പം ഡൊമിനോസിൽ എത്തി. ഡൊമിനോസിൽ പിസ്സ ഓൺലൈനായിട്ട് ഓർഡർ ആക്കി. പിന്നെന്താ നമുക്കിത് ചേച്ചി നോക്കുന്നുണ്ട്. ചേച്ചി കുറേ നേരമായിട്ട് നോക്കണം. ഇടകണ്ണിട്ടൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് തിന്നിട്ട് പെട്ടെന്ന് സമയം നമ്മളിവിടെ കയറിയതേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പോകണം. ഞാനിങ്ങനെ അങ്ങനെ നമ്മൾ മിനിസോൾ എത്തിയിരുന്നു. എന്താ വേണ്ടത് തിരിയുന്നില്ല പറ്റിമതിക്ക്. നമ്മൾ അടുത്ത ബസ് കയറാം. അടുത്ത ബസ്സല്ല, മെട്രോ കയറാൻ വേണ്ടി നിൽക്കുകയാണ്. എവിടേക്ക് പോകാൻ? എന്താ ഇവിടെ ആ ഭാഗത്തൊക്കെ ഒന്നും പറ്റില്ല. എക്സിറ്റ് എൻട്രി അല്ലേ? അപ്പോൾ മെട്രോ വന്നു ഗൈസ്. എന്തായിരുന്നു പേര്? അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ മന്ത്രി സ്ക്വയർ അല്ല MG റോഡ് ചർച്ച് സ്ട്രീറ്റിലെത്തിയിരിക്കുകയാണ്. ഇവർക്ക് കുറച്ച് മെറ്റീരിയൽസ് കാര്യങ്ങൾ നോക്കാനുണ്ട്. പ്രിറ്റിമറിയ നോക്കും. അപ്പം നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഓൾറെഡി. കാണി ഇനിയും നമുക്ക് അലഞ്ഞു തിരിഞ്ഞ് നടക്കണം. അപ്പം എന്തായാലും തപ്പാൻ ഇറങ്ങാം ഗൈസ്. ഇനിയും അങ്ങനെ ഗൈസ് നമ്മൾ ഓലൊക്കെ കുറേ തപ്പി. ഓലൊന്നുമില്ല. ലാസ്റ്റ് നമ്മൾ കിട്ടുന്ന പൈസ അതെ ആദ്യം 100 പറഞ്ഞത്. പിന്നെ അത് 80.
അപ്പം ഈ ഒരു അവസ്ഥയിൽ നമുക്ക് നടക്കാൻ വേണ്ടി പറ്റൂല. ഇവിടെ ബ്ലോക്കൊക്കെ അതിനെ കൊണ്ട് ആ പൈസ തന്നെ ലാസ്റ്റ് ഹോക്കിൽ പറഞ്ഞ് 70 കയറി. എന്താ പറയാനുള്ളത്, മടുത്തു. ഇനി എന്തായാലും കുറച്ച് ഇവിടെ നോക്കിയിട്ട് ഇറങ്ങാം. ഇടുന്നുണ്ടായിട്ടോ, പക്ഷേ ഇപ്പൊ കല്യാണത്തിന് ഇടാൻ വിചാരിച്ചല്ലേ. ഓണം സൂക്ഷിച്ചോ. എങ്ങോട്ടേക്കോ ഏതിലേക്കോ പോകുന്ന കുട്ടി. ഇവിടെ പോക്കറ്റടി ഉണ്ടാവും, ഞാൻ ശ്രദ്ധിക്കാത്ത നടത്തം ഉണ്ടാവും ഇവരെ. എടുത്തോ നാഴ്ചകള് കുറിച്ചിത് നോക്കാണ്. പക്ഷല്ലോ നമ്മളിപ്പോ ഇത് സാധനം വന്നിട്ട് നോക്കാൻ വേണ്ടി പോവാണ്. കുറെ നേരത്തെ പർച്ചേസിനൊടുവിൽ നമ്മൾ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്താ പറയാനുള്ളത്? ഭയങ്കര ടയർഡാണ്. പിന്നെ പൈസ മുട്ടോ പോയി ഗൈസ്. ഇനി പൈസ ഇറക്കാൻ വേണ്ടി വന്നല്ലേനോ? ചുറ്റിമറയൊക്കെ വേണ്ടി കുറെ സാധനങ്ങൾ വാങ്ങി. എനിക്കൊന്നും വാങ്ങിയില്ല. ഒന്നും വാങ്ങിയില്ല. ഇതിൽ പകുതി നിന്റെ പകുതിയാണ് പകുതിയാണ്. കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ പോവുകയാണ്. ചിലർക്ക് ഒരു സ്വഭാവമുണ്ട്, അത്രക്കധികം സാധനം വാങ്ങും, എന്നിട്ട് ലാസ്റ്റ് ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കും എങ്ങനെ എൻ്റെ പൈസ ഇത്രയും പോയിന്ന്. അങ്ങനെയുള്ള ഒരു കൂട്ടത്തിൽ പെടുന്ന ഒരാളാണ് ഇവള്. ഇവിടെ ഇരുന്നങ്ങ് റിഗ്രറ്റ് അടിക്കുക ഇത്രയും സാധനം വാങ്ങി കൂട്ടിയിട്ട്. എന്താ പറയാനാ ഗൈസ്. അപ്പം ഇപ്പം നമ്മൾ മെട്രോ സ്റ്റേഷനിലാണുള്ളത്. ട്രിനിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെട്രോ സ്റ്റേഷനാണ്. ഇവിടെ നമ്മളെ നീ ആദ്യമായിട്ടാണോ ഇവിടെ വരുന്നത്? അല്ല, ഞാൻ ഇവിടെ ആദ്യമായിട്ട് തന്നെ ഈ ബസ് സ്റ്റോപ്പിൽ ഈ മെട്രോ സ്റ്റേഷനിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ എന്താ അത്രയൊക്കെ ഉള്ളൂ. ഇനി തിരിച്ച് വീട്ടിൽ പോവാം. അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ബസ് വന്നിട്ട് മെട്രോ വന്നിട്ട് ദാസറയിൽ എത്തിയിട്ട് കാണാം. ഫോണിലാണ് ചാർജ് ഇല്ല, 2 ഫോണും ചത്ത്. എൻ്റെ ഫോൺ ചാവാനായി. അപ്പോൾ ഇപ്പോൾ റൂമിലെത്തിയിട്ടൊന്നും ചിലപ്പം എടുക്കാൻ വേണ്ടി പറ്റുമോ അറിയില്ല. ദാസറ എത്തിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുമോ നോക്കാം. അപ്പോൾ അവിടെ അങ്ങനെ അങ്ങനെ എവിടെ എത്തി വെച്ചേ പറയ്. മജസ്റ്റിക് എത്തി ഗൈസ്. നമ്മളിതാ ഇവിടെ ലേഡീസ് കമ്പാർട്ട്മെന്റിലേക്ക് പോവാണ്, ലേഡീസ് കോച്ചിലേക്ക്. മെട്രോ ഇപ്പോൾ വരുമെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മളിവിടെ സീറ്റുണ്ടോ നോക്കി പോവാണ്. ഇല്ല, ഇവിടെ ഒരു സീറ്റൊന്നുമില്ല. എല്ലാവരും നമ്മളെല്ലാം നോക്കുന്നുണ്ട്. ഈ ചേച്ചിമാരൊക്കെ നമ്മൾ തന്നെ ഇങ്ങനെ നോക്കുന്നത്, വീഡിയോ എടുക്കുന്നവർ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്താ ചെയ്യാൻ ഗൈസ്. അപ്പോൾ നമുക്കിവിടെ എവിടെ എത്തണം എന്നൊന്ന് കാണിച്ച്. ഇതിൽ ഒരു കാര്യം ചോദിക്കട്ടെ, അവിടെ ഞാൻ വിചാരിച്ചിട്ടെ ഇതില് ഇപ്പൊ നമ്മൾ ഈ കയ്യിൽ ഇത് വേണോ അപ്പോൾ ഇവിടെ എല്ലാ സംശയം നമുക്കൊന്ന് പോയിക്കോടാം. നോക്കി എങ്ങനെയാണെന്ന് ഇങ്ങോട്ട് വെച്ചാൽ
എല്ലാം കണ്ടു. ഈ തള്ള സമ്മതിക്കില്ല. നമ്മള് സെയിം ബട്ട് ഡിഫറെന്റ് റീൽസ് എടുത്തിരിക്കുകയാണ് ഗൈസ്. കാണി സെയിം ബട്ട് ഡിഫറെന്റ്. അപ്പൊ എന്താ എന്റെ ബാക്കി റിങ്സ് കാണിച്ചേ. ഇതാണ് എൻ്റെ ബാക്കി റിങ്സ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ഇടാം. എത്ര റിങ്സ് ഉണ്ട് ബാക്കിയുള്ള. ഇത് റിങ്സ് അല്ല, അതായത് ഇതൊരു തെറ്റുമതിൻ്റെ കയ്യിൽ അതിൻ്റെ എല്ലാവരും ഇവിടെ നമ്മളെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. എന്താ അറിയില്ല, ചിലപ്പോൾ നമ്മൾ തുണിയില്ലാതിരിക്കുന്നുണ്ട്. നമ്മളിവിടെ എത്തി. Next station is Piña.